നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ് ഒരു പൈൽ റീഡിംഗ് ആണ്. അതായത് നിങ്ങളോടൊപ്പമുള്ള ഒരു വ്യക്തിയുടെ കള്ളത്തരം പുറത്ത് വരാനായിട്ട് പോവുകയാണ്. അത് എന്ത് കള്ളത്തരമാണ്, എപ്പോഴാണ് പുറത്ത് വരുന്നത് എന്നുള്ളതാണ് ഈ ഒരു റീഡിങ്ങിലൂടെ നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ 2 നമ്പറുകൾ തന്നിട്ടുണ്ട്. ഇതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു നമ്പർ തിരഞ്ഞെടുക്കുക. ഇനി നിങ്ങൾക്കുള്ള റീഡിംഗ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ 1ാമത്തെ നമ്പർ തിരഞ്ഞെടുത്തിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ ചില സത്യങ്ങൾ മറ നീക്കി പുറത്തു വരുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് കാണുന്നത്. അതായത് നിങ്ങളോടൊപ്പമുള്ള ഒരു വ്യക്തിയുടെ മനസ്സിലിരിപ്പും അവർ നിങ്ങളിൽ നിന്നും ഒളിപ്പിച്ചു വെച്ച ഒരു വലിയ കള്ളത്തരവുമാണ് ഈ ഒരു സമയം പുറത്തു വരാനായിട്ട് പോകുന്നത് എന്നാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. നിങ്ങളോടൊപ്പമുള്ള ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും വലിയൊരു സത്യം മറച്ചു വയ്ക്കാൻ വേണ്ടി വലിയ രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളതാണ് കാണുന്നത്. എന്നാൽ എത്രയൊക്കെ അവർ മറച്ചു വയ്ക്കാനായിട്ട് ശ്രമിച്ചാലും ആ ഒരു കള്ളത്തരം ഇനി അധിക നാൾ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. ഇവിടെ ഈ വ്യക്തി എന്ത് കള്ളത്തരമാണ് നിങ്ങളിൽ നിന്നും മറച്ചു വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് വിശ്വസ്തതയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അതായത് അവർ നിങ്ങളോട് കാണിക്കുന്ന സ്നേഹവും കരുതലും ഒരു പരിധിവരെ അഭിനയമാണെന്നും അതിന് പിന്നിൽ അവർക്ക് ചില സ്വാർത്ഥ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുമുള്ള സത്യമാണ് നിങ്ങൾ തിരിച്ചറിയാനായിട്ട് പോകുന്നത്. ഇവിടെ സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവർക്ക് മൂന്നാമതൊരു ആളുമായിട്ടുള്ള ബന്ധവുമായിട്ട് ബന്ധപ്പെട്ടോ ഒക്കെ അവർ നിങ്ങളെ വഞ്ചിക്കാൻ ശ്രമിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത്. ഒരുപക്ഷെ ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും എന്ത് കള്ളമാണ് മറച്ചു പിടിച്ചിരിക്കുന്നത് എന്ന് പലർക്കും ഇതിനോടകം തന്നെ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം. ഇവിടെ ഈ വ്യക്തി നിങ്ങളോട് കള്ളം പറയാനായിട്ട് തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല, മറിച്ച് വളരെ കാലമായിട്ട് അവരത് തുടർന്ന് പോന്നിരുന്നു. അവർ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി വളരെ തന്ത്രപൂർവമായി ആണ് ഓരോ കള്ളങ്ങളും നിങ്ങളെ അവർ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ഈ ഒരു വ്യക്തിയുടെ കള്ളത്തരം പുറത്തു വരുമോ എന്നുള്ള ഭയം അവരിൽ വലിയ രീതിയിൽ ഉണ്ടെന്നുള്ളതാണ് കാണുന്നത്. അതേപോലെ തന്നെ ഈ വ്യക്തിയുടെ കള്ളത്തരങ്ങളെക്കുറിച്ച് നിങ്ങൾ അവരോട് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു ചോദ്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അവർ നിങ്ങളോട് ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുകയോ ചെയ്യാറുണ്ടെന്നുള്ളതാണ്. ഇവിടെ ഈ വ്യക്തി പലപ്പോഴും നിങ്ങളോട് അകലം കാണിക്കാറുണ്ട്, സംശയകരമായിട്ട് പെരുമാറാറുണ്ട്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ കള്ളത്തരം പുറത്തു വരുമോ എന്ന ഭയം അവരിൽ ഉള്ളതിനാലാണ്. ഇവിടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഇതിനോടകം തന്നെ ഈ ഒരു മാറ്റത്തെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. പക്ഷേ എന്നാലും അവരെ വിശ്വസിക്കാനും നിങ്ങളോടൊപ്പം നിർത്താനുമായിരുന്നു നിങ്ങൾ ശ്രമിച്ചിരുന്നത് എന്നുള്ളതാണ്. ഇനി എപ്പോഴാണ് ആ വ്യക്തിയുടെ കള്ളത്തരം പുറത്തു വരുന്നത് എന്ന് ചോദിച്ചാൽ അത് വളരെ അടുത്ത് തന്നെ ഉണ്ടെന്നാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. ഇവിടെ ഈ വ്യക്തിക്ക് അവരുടെ കള്ളത്തരം ഇനിയും മറച്ചു വെച്ച് മുന്നോട്ട് പോവാനായിട്ട് കഴിയില്ല എന്നുള്ള സാഹചര്യം വരികയും ഒരുപക്ഷെ അറിയാതെ അവരുടെ വാക്കുകളിലൂടെ തന്നെ ആ ഒരു സത്യം നിങ്ങളുടെ മുന്നിൽ വെളിപ്പെടും എന്നാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത്. ഇവിടെ ഈ വ്യക്തിയുടെ കള്ളത്തരം പുറത്തു വരുന്നതോടെ അവരുമായുള്ള നിങ്ങളുടെ ബന്ധത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഇതുവരെ വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയിൽ നിന്നും ഇത്തരമൊരു വഞ്ചന ഉണ്ടായത് നിങ്ങളെ മാനസികമായിട്ട് തളർത്തിയേക്കാം. എന്നാൽ ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് ഇതിലൂടെ വളരെ കാലമായിട്ട് നിങ്ങളിൽ നിന്നിരുന്ന സംശയങ്ങൾക്ക് കൃത്യമായ ഒരു മറുപടിയാണ് ലഭിക്കുന്നത് എന്ന്. ഇതൊരിക്കലും നിങ്ങളെ തളർത്താനല്ല, മറിച്ച് തെറ്റായ ഒരു ബന്ധത്തിൽ നിന്നും തെറ്റായ വ്യക്തിയിൽ നിന്നും നിങ്ങളെ
മോചിപ്പിക്കാനാണെന്നാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത്. ഇവിടെ വരാനിരിക്കുന്ന മാറ്റത്തെ ധൈര്യമായിട്ട് നേരിടാനും അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് ശക്തനായിട്ട് അല്ലെങ്കിൽ ശക്തയായിട്ട് മുന്നോട്ട് വരണം എന്നും പ്രപഞ്ചം നിങ്ങൾക്ക് സന്ദേശം നൽകുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ നമ്പർ തിരഞ്ഞെടുത്ത വ്യക്തികൾക്കുള്ള റീഡിംഗ് ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. ഇനി രണ്ടാമത്തെ നമ്പർ തിരഞ്ഞെടുത്തിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ നിങ്ങളോടൊപ്പമുള്ള ഒരാൾ നിങ്ങളിൽ നിന്നും ചില കാര്യങ്ങൾ മറച്ച് പിടിക്കുന്നുണ്ടെന്നും അത് നിങ്ങളെ അറിയിക്കാതിരിക്കാൻ വേണ്ടി അവർ വളരെ തന്ത്രപൂർവ്വം ശ്രമിക്കുന്നുണ്ടെന്നുമുള്ളതാണ് കാണുന്നത്. ഇവിടെ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും മറച്ചു പിടിക്കുന്നത് ഒരിക്കലും വഞ്ചനയോ അല്ലെങ്കിൽ കള്ളത്തരമോ ഒന്നുമല്ല, മറിച്ച് അവർക്ക് വന്ന് ചേർന്ന സാമ്പത്തികമായ ചില തകർച്ചയും നഷ്ടബോധവും അതേപോലെ തന്നെ ഒറ്റപ്പെടലുമാണ് അവർ നിങ്ങളിൽ നിന്നും മറച്ച് പിടിക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്നാണ് കാണുന്നത്. ഇവിടെ നിങ്ങളോടൊപ്പമുള്ള ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സുഹൃത്തായിരിക്കാമെന്നാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളെ അറിയിക്കാതെ വളരെ തന്ത്രപൂർവ്വം അവരെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ മറച്ചു വച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും മറച്ച് പിടിച്ചിരിക്കുന്നത് ഒരുപക്ഷെ അവരുടെ സാമ്പത്തിക തകർച്ചയോ അല്ലെങ്കിൽ കടബാധ്യതയോ ആയിരിക്കാം. എന്നാൽ അത് നിങ്ങളെ അറിയിക്കാതിരിക്കാനായിട്ട് പുറമേക്ക് അവർ വളരെ സന്തോഷത്തോടെയോ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലോ ആയിരിക്കാം പെരുമാറുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ വ്യക്തി വലിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് ഇപ്പോൾ നേരിടുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ ആ വ്യക്തി എന്തൊക്കെയോ പ്രശ്നങ്ങളെ നേരിടുന്നുണ്ടെന്നുള്ള ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. എന്നാൽ നിങ്ങളത് അവരോട് ചോദിക്കുമ്പോൾ അവർ പല ന്യായങ്ങളും പറഞ്ഞ് ഒഴിഞ്ഞു മാറാനായിരിക്കാം ശ്രമിക്കുന്നത്. ഇവിടെ ഈ വ്യക്തിക്ക് ഒരു സഹായം ആവശ്യമുണ്ട്, പക്ഷേ അത് നിങ്ങളോട് ചോദിക്കാനുള്ള മടിയും ഭയവും കാരണം അവരത് ഉള്ളിലൊതുക്കിയായിരിക്കാം മുന്നോട്ട് പോകുന്നത്. ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് ഈ വ്യക്തിക്ക് അധിക നാൾ അവരുടെ അവസ്ഥ നിങ്ങളിൽ നിന്നും മറച്ചു പിടിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം സത്യം പുറത്തു വരുന്ന സമയം വളരെ അടുത്ത് തന്നെ ഉണ്ടെന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ ഈ വ്യക്തിയുടെ അവസ്ഥ പുറത്തു വരുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അവരോട് ചെറിയ വിരോധമോ അല്ലെങ്കിൽ ഒരു പിണക്കമോ ഒക്കെ തോന്നാം. കാരണം നിങ്ങൾ അത്രത്തോളം സ്വാതന്ത്ര്യം അവർക്ക് നൽകിയിട്ടുണ്ട്. അതായത് അവർക്ക് എന്തും പറയാനും സഹായം ആവശ്യമുള്ളപ്പോൾ ചോദിക്കാനുമൊക്കെയുള്ള ഒരു സ്വാതന്ത്ര്യം നിങ്ങളവർക്ക് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ്. എന്നാൽ അവരിലെ സഹായം ചോദിക്കാനുള്ള മടിയും അവരുടെ സാമ്പത്തിക പ്രതിസന്ധി നിങ്ങളറിഞ്ഞാൽ നിങ്ങളവരെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നൊക്കെയുള്ള ചിന്തയായിരിക്കാം അവരുടെ അവസ്ഥ നിങ്ങളിൽ നിന്നും മറച്ചു പിടിക്കാനായിട്ട് അവരെ പ്രേരിപ്പിച്ചത്. ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് അവരുടെ അവസ്ഥ പുറത്ത് വരുമ്പോൾ അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തെ വളരെ പക്വതയോടെ നിങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്ന്. ഇവിടെ നിങ്ങളിൽ നിന്നും അവരെക്കുറിച്ചുള്ള സത്യം മറച്ചു വെച്ചത് തെറ്റായിരുന്നു എന്നും അതേപോലെ തന്നെ നിങ്ങളുടെ സഹായത്തോടെ ആ ഒരു പ്രതിസന്ധിയിൽ നിന്നും കരകയറാനും ഈ ഒരു വെളിപ്പെടൽ കാരണമാവും എന്നുള്ളതാണ്. ഇതിലൂടെ നിങ്ങൾക്കിടയിൽ നിന്നിരുന്ന സംശയങ്ങളുടെ നിഴൽ മാറുന്നതാണ്. നിങ്ങൾക്കിടയിൽ പരസ്പര ധാരണയും വിശ്വാസവും വ്യക്തതയും കുറച്ചുകൂടി വർദ്ധിക്കുമെന്നും പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർക്കുള്ള റീഡിംഗ് ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണ് പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.